ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ 2020 ആദ്യത്തെ പോസ്റ്റാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഒരു നല്ല വർഷം, നല്ലൊരു നന്മയുടെയും സമൃദ്ധിയുടെയൊക്കെ ഒരു നല്ല വർഷം എല്ലാവർക്കും ഉണ്ടാക്കുമെന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു മീറ്റ് ബോൾ കറിയാണ്. അത് നമുക്ക് മട്ടൻ വെച്ചോ ചിക്കൻ വെച്ചോ ഏത് മീറ്റ് വെച്ചും വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്ന മട്ടൻ വെച്ചാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കീമയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മട്ടൻ്റെ കീമയാണ്. നമുക്ക് ബീഫിൻ്റെ കീമ വെച്ചോ അല്ലെങ്കിൽ ചിക്കൻ്റെ കീമ വെച്ചോ ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കീമയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുരുമുളക് പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഈ പൊടികളൊന്നും ചേർക്കുന്നില്ല, അത് ഗ്രേവിയിലാണ് ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇതിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കീമ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. കീമയെല്ലാം ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിക്കൊരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: വലിയ ജീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്ക. കറി താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. കറിക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണിത്: 2 കപ്പ് രണ്ടാം പാലും 3/4 കപ്പ് ഒന്നാം പാലുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഫ്രഷ് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കറി ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ്. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ല തണുപ്പായതാണ് വെളിച്ചെണ്ണ ഇതുപോലെ കട്ട പിടിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇവിടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഈ സവാളയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. സവാള ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി പച്ചമുളകും ഒക്കെ മൂത്ത് സവാള ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കീമയിലും ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്, അതുകൂടാതെ തന്നെ സവാള വഴറ്റിയപ്പോൾ ഉപ്പുപൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വിനാഗിരി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട്
മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന കീമ ഇതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. ബോൾസ് എല്ലാം ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കാതെ ചട്ടി ഒന്ന് പതുക്കി ചുറ്റിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോവും. വേണമെങ്കിൽ ഗ്രേവി ഇതുപോലെ സ്പൂണിലെടുത്ത് ഓരോ ഉണ്ടയുടെ പുറത്തേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കീമ ഇട്ട് കഴിഞ്ഞ് ഇപ്പൊ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് പാൻ മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാനിന്റെ മൂടി മാറ്റിയതിന് ശേഷം ചട്ടി ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും കീമ വെന്ത് കിട്ടാനായിട്ട്. വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ കീമ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം കറി പാകമായിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഉരുള എടുത്തിട്ട് പാകത്തിന് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ കറി വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് കറി കൂടുതൽ സമയമൊന്നും തിളക്കാൻ അനുവദിക്കരുത്. അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഉപ്പെല്ലാം നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി റെഡിയായ കറിയിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് തൂക്കി കൊടുക്കാം. വളരെ രുചികരമായ ബോൾ കറി റെഡിയായി കഴിഞ്ഞ് ഇത് ചോറിന്റെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.